അപ്പോൾ നമ്മളിന്ന് ടർക്കി കറി വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളൊരു 7 കിലോ 7.5 കിലോ ഉള്ളൊരു കോഴി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി കഴിഞ്ഞാൽ ഒരു 5-5.5 കിലോ കാണും വിചാരിക്കണോ. 6 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. വലിയ സാധനം ഉണ്ടാകും, വലിയ കോഴിയാണ്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് ഇതിൻ്റെ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. കട്ട് ആദ്യം കാലിന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ട് ഇതിനെ ചുടുവെള്ളത്തിലിട്ട് തൊലിയെ കളഞ്ഞാണ്. മുറിക്കാൻ പാടാണ്. നല്ല മുറുക്കുള്ള ഇറച്ചിയാണ് ഇത്. ചെറിയ ചെറിയ പീസാക്കണം. നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാം. അതൊന്നാണ് നമ്മൾ കഴുകണത്, എങ്കിൽ ശരിക്കും വൃത്തിയാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കിത് കറി റെഡിയാക്കി എടുക്കാം. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണത്. നമുക്ക് കുറച്ച് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കശകശിട്ട് കൊടുക്കാം. കടുക് പോലെ അത് പൊട്ടി വരട്ടെ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്താണ് പൊടിയായിട്ട്. ഒന്ന് മൂത്ത് വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണുള്ളത്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരും. ഇനി നമുക്ക് നോക്കിയിട്ട് പാനം ഇടാം. ഉള്ളി നല്ലപോലെ വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ഉള്ളി നല്ലോണം വാടി വന്നിട്ട് കുറച്ച് തക്കാളി ഇട്ടു. കുറച്ച് പച്ചമുളക് കൂടി ഇട്ടില്ല. ഇത് രണ്ടും ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി ഒന്ന് നല്ലോണം വെന്ത് വരണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ. കുറച്ച് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. ഒന്ന് മൂക്കട്ടെ, മഞ്ഞപ്പൊടി മണം പോട്ടെ. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി മാത്രം ഒന്ന് മൂപ്പിക്കാനാണ് നടുക്കിട്ടത്. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മതി. ബാക്കി കുരുമുളക് ചേർക്കാം. കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി മണമൊക്കെ മാറി ഏലക്കായ കുറച്ച് പൊടിച്ചത്.
പെരുംജീരകം നമ്മൾ പൊടിച്ചാണ്. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു പ്രത്യേകതരം മീറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മസാലകൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മതി. ഇതോടെ നമ്മുടെ മസാല കൂട്ടുകൾ കഴിഞ്ഞു. നല്ലോണം ഒന്ന് മൂത്ത് വരണം എല്ലാ പൊടികളും. ഇവിടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ടർക്കി. ഇത് നല്ല ജലാംശമുള്ളതാണ്. കുറേ ജലം വരാണ്ട് ഇതിനകത്ത്. ഇനി ചെറു തീരുന്നതിനെ വേവിക്കാം. ഇത് നല്ലോണം വെള്ളം വരും ഇറച്ചിന്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിൽ വെള്ളമൊക്കെ വരും. തുറന്ന് നോക്കാം. വെള്ളം ഇങ്ങനെ വന്നു തുടങ്ങിയതേ. ഇനി കുറേ വെള്ളം ഇതിന് വരാനുണ്ട് ഇതിനകത്ത്. നമുക്കൊരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതിനെ. അപ്പോൾ അത് ഗ്രേവിയൊക്കെ ആയി വരുമ്പോൾ കറക്റ്റാവും. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് നല്ല തീ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വയ്ക്കാം. നല്ലോണം ഒന്ന് കത്തിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി. നമുക്ക് തുറന്ന് നോക്കാം. ഒരു അരമണിക്കൂർ മേലെ ആയി സംഭവം. 3/4 മണിക്കൂറായി. അവിടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് തോന്നണം. നമുക്ക് 1-2 സാധനം കൂടി ചേർത്ത് ഇറക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഇറക്കാം. പിടിച്ചോ. എന്താ പണം നമ്മുടെ കറി. നമുക്ക് എന്താ കറി ബേസിലേക്ക് മാറ്റാം. കാണാം. ടർക്കി കറി അല്ലേ? നമ്മൾ കഴിക്കാൻ തുടങ്ങാണ്. എല്ലാവരും എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായങ്ങൾ ഇങ്ങനെ പോരട്ടെ. ഇന്ന് പൊറോട്ടയിലാണ് കളി. ഇതിന് പൊറോട്ടയെ പറ്റുള്ളൂ. പൊറോട്ടയെ പറ്റുള്ളൂ. അടിപൊളിയല്ലേ? റോസ്റ്റ് അല്ലേ? റോസ്റ്റ്. ഗ്രേവി കുറച്ചെടുത്താണോ? കഴിച്ചിട്ട് എല്ലാ അഭിപ്രായം പറയാം. എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയട്ടാ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം വീഡിയോ ചെയ്തതിൽ ചോറിലല്ലേ എല്ലാം കഴിച്ച്. പക്ഷേ ഈ സാധനം ഇതിനെ നമ്മൾ വേറൊരു സംഭവം കൂടി പൊറോട്ട കഴിച്ചിട്ടാണ്. അപ്പം നമ്മൾ റോസ്റ്റ് പോലെ ആക്കാന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പൊറോട്ട വാങ്ങിയത്. വേവൊക്കെ കറക്റ്റല്ലേ? ഇത് സംഗതി ഇത്തിരി ബലമുള്ള ഇറച്ചിയാണ്. 1/2-3/4 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ വേവിക്കണം. എങ്കിലേ ശരിക്കും വേവുള്ളൂ. ഇത്തിരി എന്താ പറയുക, ഇത്തിരി കൂടി ഹാർഡ് ഇറച്ചിയാണ്. അതാണ് സംഭവം.
നല്ല പിടിച്ചൂലേ? എരിവ് പോരാ ശരി. ഞാൻ കുട്ടികളുണ്ട് കൊണ്ട് കുറച്ചാണ് എരിവ്. ഇച്ചിരി കൂടി കുരുമുളക് ഇടണം. നമ്മുടെ ചെറിയ മക്കളെന്ത് കാട്ടും? ഇത് എരിവ് കറക്റ്റാണ്. നമ്മളെ ഭാഗത്ത് നോക്കി കാര്യമില്ല. എങ്ങനെയാ ഇവിടെ തീർത്തിട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ല അടിപൊളി നല്ല ഉപ്പ് മറി ഇതിന്റെ കരലൊന്നും കിട്ടിയില്ല. കരല കിട്ടുന്നുണ്ട്, ഭാഗ്യമുള്ളവർ കിട്ടും. അപ്പൊ എന്തായാലും സംഭവം അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഇതിൽ പെരുംജീരകം ഏലക്കാൻ്റെ പൊടിയൊക്കെ ചേർത്താലേ ഇതിനൊരു ചെറിയൊരു മണമുണ്ട്. ടർക്കിയുടെ കോഴിയുടെ അല്ലാത്തൊരു ചെറിയ മണമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ മണം വന്നിട്ടുണ്ട് എല്ലാവരും. അതാണ്. അപ്പൊ ഈ ചെറിയ ഒത്തിരി മസാലകൾ കൂടുതലാണ്. മസാലകൾ കൂട്ടാൻ കാരണം ഇതിനൊരു ചെറിയൊരു മണം, ഇതിനൊരു പ്രത്യേകതരം മീറ്റ് ആയതുകൊണ്ടാണ്. എന്തായാലും സംഭവം അടിപൊളി സംഭവമാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി റെസിപ്പി വീണ്ടും കാണാം. ബൈ ബൈ. നോക്ക്